ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചുവർച്ചിത്രങ്ങളുടെ സംരക്ഷണ പദ്ധതിയുമായി ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചതിന്റെ സമർപ്പണം ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചു. ക്ഷേത്ര ഗോപുരഭിത്തിയിലെ അനന്തശയനം ചുവർച്ചിത്രത്തിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തീകരിച്ചത്. ദേവസ്വം ബോർഡ് വാസ്തുവിദ്യ ഗുരുകുലത്തെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചത്. ഗുരുകുലത്തിലെ മ്യൂറൽ ആർട്ടിസ്റ്റുകൾ ക്ഷേത്രത്തിലെത്തി ചിത്രം വിശദമായി പരിശോധിക്കുകയും ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് വിശദമായ പദ്ധതിരേഖ തയ്യാറാക്കി ദേവസ്വം ബോർഡിന് സമർപ്പിക്കുകയും ബോർഡിന്റെ അംഗീകാരം നേടുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ജൂലൈ 14-നാണ് നവീകരണം ആരംഭിച്ചത്. 6 മാസം കൊണ്ടാണ് ചിത്രം സമർപ്പണത്തിന് തയ്യാറായത്. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ 54 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാം ഘട്ടത്തിൽ 18 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. രണ്ടാം ഘട്ടത്തിൽ പ്രദോഷ നൃത്തവും അഘോരമൂർത്തിയും, മൂന്നാം ഘട്ടത്തിൽ ഗോപുരത്തിന് പുറത്തുള്ള ദ്വാരപാലകർ, വേട്ടശാസ്താവ്, വസ്ത്രാപഹരണം, വേണുഗോപാലം എന്നീ ചിത്രങ്ങളും ക്രമീകരിക്കും. നവീകരണത്തിന്റെ ഭാഗമായി ചിത്രത്തിന് കേടുവരുത്തിയ ചെറുതും വലുതുമായ 168-ൽ പരം തടിക്കഷ്ണങ്ങളും ലോഹവസ്തുക്കളും നീക്കം ചെയ്തു. ചിത്രപ്രതലവും അതിനു ചുറ്റുമുള്ള പ്രതലവും കുമ്മായ കൂട്ടുകൾ കൊണ്ട് ബലപ്പെടുത്തിയിട്ടുണ്ട്. ചുമർചിത്ര സമർപ്പണത്തിനു ശേഷം നടന്ന സമ്മേളനം മന്ത്രി വി.എൻ. വാസവൻ ഉദ്ഘാടനം ചെയ്തു. എൻ്റെ കയ്യിൽ ദേവസ്വം വകുപ്പോടെ വന്ന് വീണ് കിട്ടിയത് അതൊന്നുകൂടി നമുക്കിത് നടപ്പാക്കാൻ സഹായകരമായി മാറി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രസന്നിധിയിൽ നിന്നാണ് ദേവസ്വം വകുപ്പിൻ്റെ പ്രവർത്തനം ഞാൻ തുടങ്ങുന്നത്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ജൂലൈ മാസം 14-ാം തീയതി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മൾ തുടങ്ങിയത് ഏറ്റവും വിജയകരമായി അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ ഇപ്പം നമ്മൾ സമർപ്പിച്ച ചിത്രം എത്ര മനോഹരമായിരിക്കുന്നു. അനന്തശയനം അതിൻ്റെ എല്ലാ ഭംഗിയിലും കലാസ്വാദകർക്ക് നമുക്ക് നല്ല രൂപത്തിൽ ആസ്വദിക്കാനുള്ള വക നൽകിക്കൊണ്ട് വളരെ മനോഹരമായി അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് അനന്തശയനം അവർ ഭംഗിയാക്കി മാറ്റിയിരിക്കുന്നു. ആ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട അതിൻ്റെ എല്ലാ സാങ്കേതിക വിദഗ്ധരെയും ദേവസ്വം വകുപ്പിന് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉപ്പിലിയപ്പൻ അധ്യക്ഷനായിരുന്നു. വാസ്തുവിദ്യ ഗുരുകുലം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി.എസ്. പ്രിയദർശനൻ പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് എസ്.ജെ. നായർ സ്വാഗതം പറഞ്ഞു. കൗൺസിലർ സുരേഷ് ആർ. നായർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി.എസ്. ശങ്കരൻ നായർ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വാസ്തുവിദ്യ ഗുരുകുലം മ്യൂറൽ ആർട്ടിസ്റ്റ് കടമനിട്ട ശ്രീകുട്ടൻ കൃതജ്ഞത പറഞ്ഞു. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.